കേരളത്തെക്കുറിച്ച് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു പറഞ്ഞ വാക്കുകൾ ഒരുപക്ഷെ നിങ്ങൾ കേൾക്കാൻ വഴിയില്ല. കാര്യം കേരളത്തെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ നമ്മുടെ മാധ്യമങ്ങൾക്ക് അത് വാർത്തയല്ലല്ലോ. ദാവോസിൽ വ്യവസായ മന്ത്രി പി രാജീവ് പങ്കെടുക്കുന്ന വ്യവസായ സബ്മിറ്റിലാണ് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി കേരളത്തെക്കുറിച്ച് ഈ അഭിമാനകരമായ വാക്കുകൾ പറഞ്ഞു വെച്ചത്. Kerala is the best state, I can say. Most progressive state, people are settling all over the world. Even today they are more patriotic. More money is FDI is going to Kerala maximum. Even other states or people are investing in different places, but more patriotic, they are sending money to you. So this is a wonderful time. എത്ര വിദഗ്ധമായിട്ടാണത് മൂടിവെക്കപ്പെട്ടത്. ഈ നാടിനെക്കുറിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ വളരെ ആവേശത്തോടു കൂടിയും അഭിമാനത്തോടും കൂടിയും അവർ ചില വാക്കുകൾ പങ്കുവയ്ക്കുമ്പോൾ ഈ നാട്ടിലെ മാധ്യമപ്രവർത്തകരുടെ ധാർമ്മികമായ ഉത്തരവാദിത്തം എന്തായിരിക്കണം? അതിനെ ജനങ്ങളെ കേൾപ്പിക്കേണ്ടതല്ലേ? ഈ നാടിന് കിട്ടുന്ന ഒരു പൊൻതൂവലല്ലേ? ഈ നാടിൻ്റെ ഒരു വലിയ നേട്ടമല്ലേ? പക്ഷേ അവരുടെ മനസ്സിൽ ഇതൊന്നും നേട്ടമല്ല. അതിന് കാരണമാണ് പല വാർത്തകളിൽ പലകുറി പറഞ്ഞിട്ടുള്ളത്. കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കുള്ളിലിരിക്കുന്ന സംഘപരിവാർ മനസ്സുകാരുടെ അല്പത്തരം എത്രത്തോളം തീവ്രമാണെന്നുള്ള കാര്യം. അല്ലെങ്കിൽ ഇത്ര മികച്ചൊരു വാക്ക് ഈ നാടിനെക്കുറിച്ച് പറയുമ്പോൾ ലോകത്താകമാനമുള്ള മലയാളികൾക്ക് അഭിമാനകരമായിട്ടുള്ള ആ വാക്ക് അതിനെ മൂടി വയ്ക്കുന്നതിലൂടെ ഇവർ എന്താണ് നേടുന്നത്? ഈ നാട്ടിൽ ഈ കാര്യം കേൾപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഭരിക്കുന്നവർക്ക് അതൊരു നേട്ടമായി മാറും. അതിലൂടെ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കില്ല എന്നുള്ള ഒരൊറ്റ ചിന്തയാണ് കേരളത്തെക്കുറിച്ച് ചന്ദ്രബാബു നായിഡു പറഞ്ഞ ഈ നല്ല വാക്കുകൾ മുക്കിക്കളഞ്ഞതെന്ന് പറയേണ്ടി വരികയാണ്. Kerala is the best state, I can say. Most progressive state, people are settling all over the world. Even today they are more patriotic. More money is FDI is going to Kerala maximum. Even other states or people are investing in different places, but more patriotic, they are sending money to you. So this is a wonderful time. പക്ഷേ നിങ്ങൾ എത്ര മറച്ചു പിടിച്ചാലും അത് ജനം കേൾക്കും, അല്ലെങ്കിൽ ജനങ്ങളെ കേൾപ്പിച്ചിരിക്കും. എന്തുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങളെ ജനം കൈയൊഴിയുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചില പ്രത്യേക താല്പര്യത്തോടു കൂടിയുള്ള വാർത്തകൾ അത് പല രൂപത്തിലും പല ഭാവത്തിലും ജനങ്ങളുടെ ഇടയിലേക്ക് നിങ്ങൾ കുത്തിക്കയറ്റി വിടുന്നത് അവർ തിരിച്ചറിയുന്നുണ്ട്. ഈ നാടിനെക്കുറിച്ച് ഒരു നല്ല വാചകങ്ങളും ഒരു ദിവസത്തെ മാധ്യമ വാർത്തകളിലുമില്ല. ഈ നാടിനെക്കുറിച്ചുള്ള കുറ്റങ്ങൾ നിറയുന്നു. ഈ നാട്ടിലെ ഭരണ സംവിധാനങ്ങളെക്കുറിച്ച് മോശം പറയുന്നു. അതുമാത്രമാണ് വാർത്ത. വിവാദങ്ങളും അപകീർത്തികളും ലൈംഗിക ചൂഷണങ്ങളും മാത്രം വാർത്താ കച്ചവടമാക്കി അതിനെ ഹോട്ടാക്കി വിറ്റ് പണമുണ്ടാക്കുന്ന ഒരു സംവിധാനമായി മാധ്യമ മേഖല അധപ്പതിച്ചു എന്നതിൻ്റെ തെളിവാണ് ചന്ദ്രബാബു നായിഡുവിൻ്റെ ഈ വാക്കുകൾ പുറം ലോകത്തെ കേൾപ്പിക്കാതെ അവർ മുക്കിയതെന്ന് നിസ്സംശയം പറയാം.